വിശ്വപ്രസിദ്ധമായ തൃശൂർ പൂരം ഉണ്ടായതിനു പിന്നിൽ ഒരു അപമാനത്തിന്റെ കഥയുണ്ട്. പണ്ട് ശക്തൻ തമ്പുരാന്റെ ഭരണകാലത്ത് ആറാട്ടുപുഴ പൂരമാണ് ഏറ്റവും പ്രശസ്തമായിരുന്നത്. അന്നത്തെ പല പ്രധാന ക്ഷേത്രങ്ങളിലെയും ഘോഷയാത്രകൾ ആറാട്ടുപുഴ പൂരത്തിന് പങ്കെടുക്കാനെത്തുന്നത് പതിവായിരുന്നു. എന്നാൽ 1796 നിർത്താതെ പെയ്ത മഴ കാരണം തൃശൂരിൽ നിന്ന് പുറപ്പെട്ട പാറമേക്കാവ്, തിരുവമ്പാടി, ചെമ്പൂക്കാവ്, കാരമുക്ക്, ലാലൂർ, അയ്യന്തോൾ, ചക്കുളത്തുകാവ്, നെയ്തലക്കാവ്, കണിമംഗലം തുടങ്ങിയ ക്ഷേത്രക്കാർക്ക് കൃത്യസമയത്ത് എത്താൻ സാധിച്ചില്ല. വൈകി എത്തിയതിനാൽ ഈ ക്ഷേത്രങ്ങൾക്ക് പൂരത്തിന് പ്രവേശനം നിഷേധിക്കപ്പെട്ടു. ഇതിൽ അപമാനിതരായ ഈ സംഘങ്ങൾ ശക്തൻ തമ്പുരാനെ സമീപിച്ചു. വിവരമറിഞ്ഞ ശക്തൻ തമ്പുരാൻ തന്റെ ദേശക്കാരെ അപമാനിച്ചതിൽ കോപം പൂണ്ടു. അതിനാൽ വടക്കുംനാഥന് പ്രണാമമർപ്പിച്ചുകൊണ്ട് വടക്കുംനാഥ ക്ഷേത്രം കേന്ദ്രീകരിച്ച് പുതിയൊരു പൂരം ആരംഭിക്കാൻ ശക്തൻ തമ്പുരാൻ തീരുമാനിച്ചു. അങ്ങനെ 1796 മെയ് മുതൽ പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് തുടക്കമായി. 8 ചെറുപൂരങ്ങൾ കൂടിച്ചേർന്ന തൃശൂർ പൂരത്തിൽ പാറമേക്കാവ്, തിരുവമ്പാടി ദേവസ്വങ്ങൾ പ്രധാന പങ്കു വഹിക്കുന്നു. എല്ലാ വർഷവും മേടമാസത്തിലെ പൂരം നാളിലാണ് ദശലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആഘോഷങ്ങളിൽ ഒന്നായ തൃശൂർ പൂരം നടക്കുന്നത്. കുടമാറ്റം, വെടിക്കെട്ട് എന്നിവ പ്രധാന ആകർഷണങ്ങളാണ്.